ഈ ചോലയ്ക്ക് പോകാൻ 2 വഴികൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു അരീക്കോട് കീശ്ശേരി ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ നേരെ കൊണ്ടോട്ടി പോകുമ്പോൾ ഒരു 1-ാം മൈൽ കാണുമല്ലോ, അവിടെ നേരെ ഇറങ്ങുക. അവിടുന്ന് ബുഹാരി റോഡ് നേരെ നടന്ന് അതിൻ്റെ ടോപ്പ് ഭാഗത്തെത്തും. പിന്നെ കോടങ്ങാട് വഴി വരുന്നൊരു നമ്മുടെ പറമ്പാടൻ റോഡ് കയറുക. അപ്പോൾ ഒരു കയറ്റം കാണും, അത് കയറരുത്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പിന്നെ ഒരു ചെറിയ കയറ്റം കാണും. അതെത്തിയാൽ ഇതാ ചോലേൻ്റെ ഈ എൻഡ് ഭാഗത്തേക്കാണ് നിങ്ങളെത്തുക. ഇത്രയും റിസ്ക് എടുത്ത് ഇതിലൂടെ ഒന്നും കയറണമെന്നില്ല. ഇതിൻ്റെ ഇപ്പുറത്തൊരു കഴിവരിയൊക്കെ വെച്ച റോഡുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെ കയറി പോകുന്നതാണ്. ഇതിലൂടെ കയറി കഴിഞ്ഞതാ ടോപ്പ്, ഇതിൻ്റെ മുകൾ ഭാഗം ഈ ഒരു ഭാഗത്താണ് നമ്മൾ എത്തുക കേട്ടോ. എൻ്റെ അമ്മൻ്റെ വീട്ടിലുള്ളൊരു ചോലയാണിത്. നിങ്ങൾ കുറേ വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ്. ഇവിടെ ഒരുപാട് ചീത്തയും തല്ലും കിട്ടിയിട്ടുള്ള ഒരു ചോലയും കൂടിയാണ്. ഇവിടെ വന്ന് അത്രയും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ഇത് ഞങ്ങളെ കാവാണ്. ഇവിടെ ഒരു വേനൽക്കാലമായ മാർച്ചിൽ ഇവിടെ ഒരു കോഴിവെട്ട് നടക്കാനുണ്ട്, അടിപൊളിയാണ്. ഇവിടെയാണ് താലപ്പൊലിക്ക് നിൽക്കുക. കാരണം വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഉണ്ടാവില്ലല്ലോ, അത്രയും ഡ്രൈ ആയിരിക്കും പാറയൊക്കെ. ഇപ്പോൾ 2 ദിവസം മഴ അധികം പെയ്യാത്തത് കൊണ്ട് നന്നായിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോയാൽ നമുക്ക് ഏകദേശം എല്ലായിടത്തും ഇറങ്ങാം. പക്ഷേ അധികം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാലം ഇതിന് ഇപ്പുറത്തുള്ള വീട്ടുകാർക്ക് ഇങ്ങോട്ട് നടക്കാനായിട്ട് ഇട്ടാണ്. എന്നാൽ നല്ല മഴ പെയ്തതിലൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു കവുങ്ങ് വെച്ചുണ്ടാക്കിയൊരു പാലാണ്. ഇവിടെ നിന്നൊക്കെ കേട്ടോ ഞങ്ങൾ കിഴിയൊക്കെ ചെയ്യാം. ഇതിൽ കിഴിഞ്ഞാൽ നല്ല രസമാണ്. ഒരുപാട് ഇവിടെ കിഴിഞ്ഞ് ഇതിലിങ്ങനെ ചാടി വീണ ഓർമ്മയൊക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊരു അണക്കെട്ട് ഉണ്ട്. ഇപ്പം ഉണ്ടോ, ഇപ്പം അടുത്ത് കെട്ടിയൊരു അണക്കെട്ടാണ്. നല്ല രസമുണ്ട്, വെള്ളം നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ ആർക്കും ശല്യം ഇല്ലാണ്ട് നിൽക്കാൻ പരമാവധി ശ്രമിക്കാൻ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർ കുളിക്കാൻ വരുന്നൊക്കെ സ്ഥലമാണ്, അലക്കി കുളിക്കാൻ വരുന്നത്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടാവാണ്ട് വേണം നമ്മളവിടെ പോയി ചോലൊക്കെ കണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടാവും, വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നല്ല രസമുണ്ടായിരുന്നു സംഭവം. അപ്പോൾ ഓക്കെ, ബൈ.